നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു ഷാർപ്പ് സെൽ ഓഫ് തന്നെയാണ് കണ്ടത്. കൂടാതെ FIIs 6000 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്നലെ സെല്ല് ചെയ്തു. ഏതായാലും കാര്യങ്ങൾ ഇന്ത്യൻ വിപണിക്ക് അനുകൂലമായിട്ടല്ല പോകുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വന്നാൽ US മാർക്കറ്റിൽ നാസ്ഡാക്ക് 1% മുകളിൽ ഇടിഞ്ഞു. S&P 500 തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. 0.50% ഇടിഞ്ഞത്. ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ഏറ്റവും വലിയ കമ്പനിയായ എൻവിഡിയയുടെ റിസൾട്ടുകൾ ബുധനാഴ്ച പുറത്തു വരാനിരിക്കുകയാണ്. AI ബന്ധപ്പെട്ട ഡിമാൻഡിനെ കുറിച്ച് നിക്ഷേപകർ ആശങ്കാകുലരായതിനാലാണ് ടെക്നോളജി ഓഹരികൾ ഇന്നലെ നഷ്ടമുണ്ടാക്കിയത്. US ഈ ആഴ്ച പ്രധാനമായും ഫോക്കസിൽ വരുന്നത് 3 കാര്യങ്ങളായിരിക്കും. താരിഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ പ്രത്യേകം നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടതാണ്. കാരണം വെള്ളിയാഴ്ചയാണ് PCE ഡാറ്റ പുറത്തു വരുന്നത്. കൂടാതെ നാളെ എൻവിഡിയയുടെ റിസൾട്ട് കൂടിയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു ആഴ്ച തന്നെയാണിത്. S&P 500 ഇന്നലെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് ടെക്നോളജി സ്റ്റോക്കുകളായിരുന്നു. 1.43% ഇടിഞ്ഞു. ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. 0.75% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.61% നഷ്ടമുണ്ടാക്കി. വിപ്രോ 2% ഇടിഞ്ഞു. ICICI ബാങ്കും HDFC ബാങ്കും ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡോക്ടർ റെഡ്ഡി 1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ വലിയൊരു ഇടിവുണ്ടായിരിക്കുന്നു. ബിറ്റ്കോയിൻ 4.5% ഇടിഞ്ഞു. $91,500 ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് വീണ്ടും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു. 0.4% ഉയർന്നു. കേരളത്തിൽ പവന് 64,440 രൂപയാണുള്ളത്. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 50% ഡിസ്കൗണ്ടോട് കൂടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന അവസരം ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. കൂടാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി ഇന്ന് പ്രധാനമായും ഫോക്കസിലുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. US ബർബൺ വിസ്കിയുടെ ഇറക്കുമതി തീരുവ കുറച്ചതിന് ശേഷം UK നിന്നുള്ള സ്കോച്ച് വിസ്കിയുടെ തീരുവ കുറയ്ക്കുന്ന കാര്യം ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നു. പ്രധാന മന്ത്രാലയങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടെ ഉന്നതതല യോഗം ഈ നീക്കത്തിന്റെ പ്രത്യാഘാതം ചർച്ച ചെയ്യും. ബോർബൺ വിസ്കിക്ക് നൽകുന്നത് പോലെ തന്നെ 50% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും 50% അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ്സും സർക്കാർ അനുവദിച്ചേക്കും. ഏതായാലും ഈ ഒരു സെഗ്മെന്റിലുള്ള കമ്പനികൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചില കമ്പനികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റാഡിക്കോ, കെയ്ത്താൻ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണിത്. നമ്മളിവിടെ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ചിന് ശേഷം മാത്രം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വാർത്തയുള്ളത് 2027 സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയുടെ വിൻഡ് പവർ കപ്പാസിറ്റി ഇരട്ടിയാകും എന്ന് ക്രിസിൽ പറയുന്നു. ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ സുസ്ലോൺ എനർജി, ഇനോക്സ് വിൻഡ്, അദാനി ഗ്രീൻ എനർജി, ടൊറൻ പവർ തുടങ്ങിയ കമ്പനികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ONGC അതിൻ്റെ ഉപസ്ഥാപനമായ ONGC ഗ്രീനിൽ 1200 കോടി രൂപ നിക്ഷേപിക്കുന്നു. കൂടാതെ PTC എനർജി എന്ന കമ്പനി വാങ്ങാൻ അവകാശ ഇഷ്യൂവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്യും. മറ്റൊരു കമ്പനി NTPC ആണ്. ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ NTPC ഗ്രൂപ്പ് മധ്യപ്രദേശ് സർക്കാരുമായി കരാറിൽ ഒപ്പുവെച്ചു. സംസ്ഥാനത്ത് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് പദ്ധതിയിടുന്നത്. അടുത്തതായി നസാറ ടെക്നോളജീസ് ആണ്. ഫംഗി മങ്കീസിൻ്റെ 38.57% ഓഹരികൾ 287 മില്യൺ രൂപയ്ക്ക് നസാറ ടെക്നോളജീസ് വാങ്ങുന്നു. അടുത്തത് HPL എന്ന കമ്പനി. UPLന്റെ ബ്രസീൽ പോളിമറിന്റെ 100% ഓഹരി അതായത് 30 കോടി രൂപയ്ക്ക് കമ്പനി വാങ്ങാൻ നിക്ഷേപിക്കുന്നു. അടുത്തത് ശ്രീ സിമന്റ് ആണ്. കമ്പനിക്ക് GST വകുപ്പിൽ നിന്നും ഒരു ഡിമാൻഡ് ഓർഡർ ലഭിച്ചിരിക്കുന്നു. 41.1 കോടി രൂപയുടെ ഒരു ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് LIC ആണ്. LICക്കും GST വകുപ്പിൽ നിന്നും ഒരു ഡിമാൻഡ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 57.3 കോടി രൂപയുടെ ഒരു ഡിമാൻഡ് ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അടുത്തത് KEI ഇൻഡസ്ട്രീസ് ആണ്. രാജീവ് ഗുപ്തയെ CFOയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫിനാൻസുമായി ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും നിയമിച്ചു. 5 വർഷമാണ് കാലാവധി.
ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസും മണപ്പുറം ഫിനാൻസുമാണ്. ഇന്ന് എക്സ് ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്ന കമ്പനി SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസുമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിനെ കുറിച്ചാണ്. ഓപ്ഷൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസരം നമ്മളിവിടെ ഒരുക്കുകയാണ്. വളരെ ബേസിക് ആയ കാര്യങ്ങൾ അറിയാതെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപാട് പേർ ഇപ്പോഴും ഓപ്ഷൻസിൽ നഷ്ടമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം അടിത്തറ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അതിനായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്ഷൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഒരു വലിയ സെല്ലിംഗ് തന്നെയാണ് FIDA ആക്ടിവിറ്റിയിൽ ഇന്നലെ ഉണ്ടായത്. 6287 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5186 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. സൗത്ത് കൊറിയയുടെ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.90% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.55% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,574 എന്ന നിലയിലാണ്. 12 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 35 മുതൽ 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. വെള്ളിയാഴ്ചത്തെ വലിയ ഇടിവിന് ശേഷം ഇന്നലെ ഓയിൽ പ്രൈസുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.36 പെർ ബാരൽ എന്ന നിലയിൽ 0.08% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $70.82 പെർ ബാരൽ എന്ന നിലയിൽ 0.17% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റിയിൽ കനത്ത സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെയും കാണാൻ സാധിച്ചത്. 22,552 243 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഇടിയുന്നത്. കൂടാതെ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായി ആക്ട് ചെയ്തിരുന്നത് 22,700 ആയിരുന്നു. ഇന്നലെ അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയിൽ ഇനി നമ്മൾ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് 20 മന്ത് EMA വരുന്നുണ്ട്. അത് 22,410 ലെവലിലാണ്. കൂടാതെ നമ്മൾ വരച്ചിരിക്കുന്ന ആ സോണിന്റെ ലോവർ എൻഡിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. കൂടാതെ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന്റെ ഡൗൺ സൈഡിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഇപ്പോൾ ഒരു ഓവർ സോൾഡ് ലെവലിലൊക്കെ ആയതുകൊണ്ട് തന്നെ, കൂടാതെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നത് കാരണം ഒരു റിവേഴ്സലുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിഫ്റ്റിയുടെ ഓവറോൾ ട്രെൻഡ് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,550 സ്ട്രൈക്കിൽ 378% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാം. എന്നാൽ കോൾ സൈഡിൽ 3048% വർധനവ് ഒരു വളരെ വലിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. 22,500 സ്ട്രൈക്കിൽ 21% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 375% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. 22,600 സ്ട്രൈക്കിൽ 134% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 2027% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ സ്ട്രൈക്കുകൾ ഇവിടെ പറഞ്ഞതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് നല്ല ശക്തിയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 22,800 സ്ട്രൈക്കും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,300 സ്ട്രൈക്ക്, അതിനുശേഷം 22,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 48,652-ൽ 329 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നല്ല വീക്ക്നെസ് ഇന്നലെ കാണാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. 48,282 എന്ന ലോ ടച്ച് ചെയ്തെങ്കിലും അവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിച്ച് ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 48,651-ലാണ്. ഒരു പിൻബാറിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അപ്സൈഡിൽ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 48,950 അതിനുശേഷം 49,740 ലെവലും ശ്രദ്ധിക്കുക. ഡൗൺ സൈഡിൽ 48,041 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 49,500 സ്ട്രൈക്ക്, അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,500, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 48,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 5-ാമത്തെ ദിവസവും നെഗറ്റീവിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 14.44-ൽ 0.60% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റ് വഴിയാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അതിൽ ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഒരുപക്ഷെ ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് നമ്മൾ അവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത്, അതുവഴി നിങ്ങൾക്ക് പുതിയ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.